ചങ്ങായിമാരപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ചിക്കൻ പൊരിക്കാണ്. ചിക്കൻ പൊരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പുതുമല സംഭവമല്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മളൊരു പുതിയ ആഗ്രഹമാണ് ചിക്കൻ ഒന്ന് പൊരിക്കണം വലുപ്പത്തിനല്ലേ. അപ്പോൾ അങ്ങനെ വലിയ അടിപൊളി ഇതെന്ന് പറഞ്ഞാൽ നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്തുകൊണ്ട് കണ്ടൊന്ന് പൊരിക്കണം. നമ്മൾ ലെഗ് പീസ് വാങ്ങിക്കണം, ഒരു 6 ലെഗ് പീസാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് പൊരിക്കണം. ഞാൻ ലൈനിൽ പോകുമ്പോൾ നമ്മളെ മുക്ക ഷോപ്പിൽ ഇങ്ങനെ കാണലുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ വിചാരിച്ചു പെരിയ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. ഒന്നാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണത്. എന്ന് വെച്ചാൽ ഇതുണ്ടോ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയൊക്കെയല്ലേ അതെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലെഗ് പീസാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പിടിച്ചാൻ വേണ്ടി ചിക്കൻ മേലൊക്കെ അങ്ങനെ വിരട്ട് കൊടുക്കണം കേട്ടോ. മറ്റെന്താ വെച്ചാൽ ഉള്ളു വെന്ത് കിട്ടില്ല, അപ്പോൾ സാധനം ബാക്കിയാവും. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കാനുള്ള കൂട്ടുന്ന സംഭവങ്ങളുണ്ട്. അത് വെളുത്തുള്ളി, ചീരുള്ളി, ഇഞ്ചി, പിന്നെ കരിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പും പുതിനയും. ഇതൊക്കെ നമ്മൾ മിക്സിയിട്ട് മൊത്തത്തിൽ അരക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് മിക്സിയിട്ട് അരച്ചെടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള മസാലകൾ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് വെച്ചേക്കണം. മറ്റെന്താ വെച്ചാൽ ഓരോ പാത്രം കൂടെ അങ്ങോട്ട് ഇവിടെ പോലും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിതാ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല, വലിയ ജീരകം കൂട്ടോ. അങ്ങനെ നമ്മളിതാ മല്ലിച്ചപ്പിൻ്റെ ഇട്ട് കൊടുത്തു ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് മസാല കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്നു നേരത്തെ, ആ അരച്ച് വെച്ച സംഭവം കണ്ടു കൊടുക്കട്ടോ. ഇത് നമ്മളെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് അടക്കട്ടെ. ഉപ്പ് തന്നെ ഇടുക. എന്നിട്ട് മുട്ടിയിട്ട് കൊടുത്തു. അത് നമ്മൾ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്ന ചിക്കൻ കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ കളറും ചേർത്ത് കൊടുത്തു. അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്ന സുർക്കയാണ്. ഓക്കെ, ഞാൻ നല്ലോണം മിക്സ് ആക്കിയിട്ടു. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരി കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് വെക്കണം കേട്ടോ. കുറച്ചും കൂടി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മസാലയ്ക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ മസാല എല്ലാത്തും ഇങ്ങനെ അടുപ്പിക്കണം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫുള്ള് മസാലയിൽ ഇങ്ങോട്ട് മുക്കി കുളിപ്പിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യാൻ അറിയോ, കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് മേലക്കൂടെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തേ. പിന്നെ ഇത് കുറച്ച് നേരം ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിന്. സാധാ അടുപ്പമ്മല ഉണ്ടാക്കണേ. അതുപോലെ നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ സാധനം. അപ്പോൾ നമ്മളിവിടെ എണ്ണ ചൂടായിക്കണ്. അപ്പോൾ നമുക്ക് ഇനി ഓരോ പീസുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇടായോ? ആദ്യം നമ്മളത് ലെഗ് പീസ് ഇട്ടോ. ഈശ് വേട് വേട് അയ്യോ. നമ്മൾ രണ്ടാമത്തെ കാലിതാടുന്നത്. കുറച്ച് നേരം ഇങ്ങനെ അടുപ്പ് കിടന്നാണ്ട് വെന്ത് വരട്ടെ. എന്താ തുറക്കില്ല. തീ നമ്മൾ കുറച്ചൊന്ന് കമ്മിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേഗം പുറം അങ്ങോട്ട് വേകും, ഉള്ളു വേവില്ല. അപ്പോൾ തീ നമ്മൾ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്.
ഇതാ പൊളിച്ച് പൊളിച്ച് ഇത്ര ഇതിലാട്ടി എളുപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ തട്ടുകടിത്തെ ചിക്കൻ അവിടെ പൊരിച്ച് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വന്ന് തിന്നാൻ വേണ്ടി കാത്തിക്കാണ്. തല്ല് കൂടാണല്ലേ. അപ്പോൾ ആരാ ആദ്യം വലത്ത് കൈ ഇടത്ത് കൈ വേണം കഴിക്കണേ. ഏതൊക്കെ നോക്കിയാ ചൂടില്ലാത്ത എടുത്താലേ വേ തിന്നാട് പറയും. ആ തിന്നോക്കിയാ എങ്ങനെ ഒന്നാ പറയില്ല തിന്നിട്ടെന്നല്ലോ തോലി മാത്രം തിന്നാണ്. എന്തോ പറയടാ. ചൂടില്ലാത്തടത്ത് ഇപ്പോൾ വേവിച്ചാണ്. ആ എങ്ങനെയുണ്ട്? ശരിക്കും പറയും രസമുണ്ടോ? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് തിന്നിട്ട്? ശരിക്കും പറയണം, വെറുതെ പറയരുത്, സത്യം പറഞ്ഞോ. രസമുണ്ടോ? ചിക്കൻ അവിടെ നടന്നൊക്കെ തിന്നു കേട്ടോ. സന എങ്ങനെയുണ്ട്? രസമുണ്ടോ? ചിക്കൻ രസമുണ്ടോ? രസമുണ്ടോ? സൂപ്പറാ. കേസ് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ പീസ് കുട്ടികളൊക്കെ അഭിപ്രായങ്ങൾ കേട്ടില്ലേ? നമ്മൾ കളക്ട് ഉണ്ടോ? വെറുതെ പറയില്ല, അടിപൊളിയാണ്, സൂപ്പറായി, നല്ല ടേസ്റ്റ്.